അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ സൈന്യം. യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ ഇറാൻ സൈനിക വക്താവ് അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി. ഇറാൻ ഔദ്യോഗിക മാധ്യമമായ IRIB വഴിയാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള ഈ പ്രസ്താവന പുറത്തുവിട്ടത്. ബുധനാഴ്ച വൈകുന്നേരം നടത്തിയ പ്രസംഗത്തിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുമെന്നും സൈനികമായി അവരെ തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് മറുപടിയായി തങ്ങൾ ഇതുവരെ നൽകിയതിനേക്കാൾ ഭീകരമായ പ്രഹരങ്ങൾ ഇനി പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തകർച്ച അപമാനകരവും നിത്യമായ ഖേദത്തിന് ഇടയാക്കുന്നതുമായിരിക്കുമെന്നും സൈനിക വക്താവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാൻ സൈന്യം ദുർബലമായെന്ന ട്രംപിന്റെ വാദത്തെയും സൈന്യം തള്ളിക്കളഞ്ഞു. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ലെന്ന് അവർ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ നിസ്സാരമാണെന്നും ഇറാന്റെ പ്രധാന സൈനിക ഉൽപാദന കേന്ദ്രങ്ങൾ ശത്രുക്കൾക്ക് അപ്രാപ്യമായ രഹസ്യ സങ്കേതങ്ങളിലാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം മേഖലയിലെ പിരിമുറുക്കം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഉയർന്നുവരുന്ന മുസ്തഫ ഖമേനിയുടെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ച പരമ്പര പോസ്റ്റുകൾ ഇറാന്റെ ഭാവി രാഷ്ട്രീയ സൈനിക നിലപാടിന്റെ വ്യക്തമായ സൂചനകളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും രക്തസാക്ഷികളുടെ പാത പിന്തുടരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇറാന്റെ നിലവിലെ നയങ്ങളിൽ മാറ്റമില്ല, മറിച്ച് തുടർച്ചയാണെന്ന സന്ദേശം ശക്തമായി ഉന്നയിക്കുന്നു. മുസ്തഫ ഖമേനി തന്റെ പ്രസ്താവനകളിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ പരമ്പരാഗത വിദേശനയ നിലപാടുകളെ തുടർന്നുകൊണ്ടുള്ളതാണ്. ഇമാം ഖമേനിയും അലി ഖമേനിയും രൂപപ്പെടുത്തിയ ആശയധാരയിൽ നിന്നുള്ള ഈ രാഷ്ട്രീയ ചിന്താഗതിയിൽ പ്രതിരോധം എന്ന ആശയം ഒരു തന്ത്രം മാത്രമല്ല, മറിച്ച് ഒരു ഐഡന്റിറ്റിയായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനെതിരെ നിലപാട് ശക്തിപ്പെടുത്തുമെന്നും മുസ്തഫ പ്രഖ്യാപിച്ചതിലൂടെ ഇറാൻ തന്റെ പ്രാദേശിക സ്വാധീനം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നുവെന്ന് വ്യക്തമാണ്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടനയിൽ IRGC വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. ഈ സ്ഥാപനത്തിലൂടെ ഇറാൻ തന്റെ ആഭ്യന്തര സുരക്ഷയും പുറത്തേക്കുള്ള സൈനിക സ്വാധീനവും ഉറപ്പാക്കുന്നു. മുസ്തഫ ഖമേനി തന്റെ പ്രസ്താവനയിൽ IRGC നേതാക്കളുടെയും ഹിസ്ബുള്ള പോലുള്ള സഖ്യ സംഘടനകളുടെയും ത്യാഗങ്ങളെ പ്രശംസിച്ചതിലൂടെ ഈ സഖ്യ വ്യവസ്ഥകൾ ഇറാന്റെ ഭാവി തന്ത്രങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് തുടരുമെന്ന് വ്യക്തമാക്കുന്നു. ഹസൻ നസ്രല്ല, ഹാഷിം സഫീദ്ദീൻ, ഖാസിം സുലൈമാനി തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞത് ഇവരുടെ മാർട്ടിർഡം ഒരു രാഷ്ട്രീയ പ്രചോദനമായി ഉപയോഗിക്കപ്പെടുന്നുവെന്നതിന്റെ ഉദാഹരണമാണ്. മുസ്തഫ ഖമേനിയുടെ പ്രസ്താവനകൾ ഒരു വ്യക്തിഗത രാഷ്ട്രീയ അഭിപ്രായം മാത്രമല്ല, ഇറാന്റെ ഭാവി തന്ത്രങ്ങളുടെ സൂചനയായി കാണേണ്ടതാണ്. പ്രതിരോധം എന്ന ആശയത്തെ കേന്ദ്രമാക്കി മുന്നോട്ട് പോകുന്ന ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് തുടരാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.